ഒരുപാട് നാളായില്ലേ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട്. സംഭവം അച്ഛന് ചെറുതായിട്ട് വയ്യ. അപ്പോൾ അങ്ങനെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതുകൊണ്ട് അമ്മയും അച്ഛനും ഹോസ്പിറ്റലിലാണ്. ഇവിടെ ഞാനും കുഞ്ഞും അമ്മാമ്മയുമാണ് ഉള്ളത് വീട്ടിൽ. പിന്നെ ഒരു കുഞ്ഞ് അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ വീഡിയോ. അപ്പം സത്യം പറഞ്ഞാൽ വീഡിയോ ഒന്നും ഇടാനുള്ളൊരു മൈൻഡ് ഇല്ലായിരുന്നു കുറേ ദിവസം. ഇപ്പം അച്ഛൻ ഓക്കെ ആയി. അച്ഛൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ഓക്കെ നമ്മുടെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചത്. രാവിലെ തന്നെ ഗുഡ്ഡുവിനെയും കൊണ്ട് പുറത്ത് പോയി ബാത്റൂമിലൊക്കെ കൊണ്ടുവിട്ടു അവനെ. അതിന് ശേഷം അവനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായില്ലേ അവനെ. ഇപ്പോൾ ഈ ആഴ്ച മുമ്പ് ഒരു 2 ദിവസം മുന്നേ കുളിപ്പിച്ചതാണ്. പിന്നെ എന്തോ എനിക്കങ്ങ് അവനെ കുളിപ്പിക്കണോ എന്ന് വിചാരിച്ച് അങ്ങനെ അവനെ കുളിപ്പിച്ചു. പക്ഷെ ആൾ നിൽക്കില്ല കേട്ടോ, അതാണ്. പിന്നെ ഗുണ്ടുവിനെ അറിയാലോ, ഗുണ്ടു കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വിഷമത്തിലാണ്. ഇവൻ്റെ കാര്യം പറയുവാണെങ്കിൽ രാത്രി എന്നും ഭയങ്കര ബഹളവും കുരയും അമ്മയെ കാണാത്തതിൻ്റെയൊക്കെ ഉള്ള ഒരുപാട് വിഷമമുണ്ട്. അത് നമുക്കറിയാൻ പറ്റും. കാരണം ഇവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഞാൻ ഇനി അടുത്തൊരു ഷോട്ടിൽ കാണിച്ചു തരും. എന്തൊക്കെയാ കുരുത്തക്കേട് അമ്മയച്ഛനും ഇല്ലാത്തപ്പോൾ ചെയ്തതെന്ന്. നോക്കിക്കോണേ. വണ്ടിയുടെ ആ സീറ്റ് കവറൊക്കെ ഇവൻ രാത്രി ഇവന് ദേഷ്യം വന്നിട്ട് കടിച്ച് കീറിയതാണ്. അതുപോലെ അച്ഛൻ്റെ വണ്ടിയിലെയും ഷീറ്റ് കവറ് അവൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ഛനും അമ്മയും വരുമ്പോൾ ഇവന് കിട്ടും. പിന്നെ ആൾക്കിത് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവനൊന്ന് ഹെൽപ്പ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. കണ്ടോ ഗൈസ്. പിന്നെ ഒരു ചെരുപ്പും കൂടെ അവൻ ഇല്ലാതാക്കിയിട്ടുണ്ട് കുഞ്ഞുവിൻ്റെ. അപ്പം ഇപ്പോൾ അമ്മയും അച്ഛനും ഇല്ലാത്തതുകൊണ്ട് കുരുത്തക്കേട്. ഞങ്ങൾക്ക് ഇവൻ്റെ കാര്യത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാരണം അമ്മ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളിതൊന്നും അറിഞ്ഞിട്ടുമില്ല, എന്തൊക്കെയാ എന്നൊന്നും. സത്യം പറഞ്ഞാൽ അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല ഗൈസ്. ഇവനെ ഞങ്ങൾ കെയർ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അമ്മ ഉണ്ടായിരുന്നപ്പോഴേ അവൻ ഹാപ്പി ആയിരുന്നത്. ഞങ്ങൾക്ക് അവനെ നോക്കാനും അറിയത്തില്ല. അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഓർക്കുമ്പം എനിക്കിപ്പം എൻ്റെ അമ്മ പാട്ടെ എന്തോ പറയാനായി. ഞാനും അമ്മ പറഞ്ഞ റെസിപ്പി അനുസരിച്ച് അവന് മീനൊക്കെ ഉണ്ടാക്കി, ഫിഷ് കറി പോലെ ഉണ്ടാക്കി ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. അവൻ്റെ ആ നോട്ടം കാണുമ്പോഴേ മനസ്സിലായി ഇവള് കൊണ്ടുവന്നു എന്തോ സാധനമായിട്ട്. അങ്ങനെ ഞാൻ എല്ലാം കൂടെ വാരിക്കൊടുക്കാം. ഇനി അമ്മ വാരിയല്ലേ കൊടുക്കുന്നത്, അതുകൊണ്ട് നമുക്കിനി വാരിക്കൊടുക്കാമെന്ന് പറഞ്ഞ് വാരിക്കൊടുക്കുന്നു. വേണ്ട, കഴിക്കുന്നില്ല ഗൈസ്. ഇനി ഉരുട്ടിക്കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇല്ല, അവൻ തൊടുന്നില്ല. കണ്ടോ. എനിക്കാണെങ്കിൽ ഇവന് ഇതേപോലെ ഫുഡൊന്നും കൊടുത്ത് എനിക്കറിയത്തും ഇല്ല, ശീലവും ഇല്ല. അപ്പം പിന്നെ ഞാൻ എന്തോ ചെയ്യും. ഞാനാണെങ്കിൽ ഒറ്റ കൈ വെച്ചൊരു പാത്രവും പിടിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഫുള്ളാവത്തില്ലേ. പിന്നെ അവൻ്റെ കാല് പിടിച്ച്, പൊന്നു മോനല്ലേ ഒന്ന് കഴിക്ക്, കാല് പിടിക്കാൻ നിൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ കാല് വരെ പിടിച്ച് ഗൈസ്. അവൻ കഴിച്ചില്ല. പിന്നെ നല്ല മഴയായിരുന്നു ഇവിടെ, ഫുള്ള് നല്ല കാറ്റും മഴയും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കറണ്ട് വരെ അടിച്ചു പോയി ഗൈസ്. ടാസ്ക് ഗുണ്ടുവിനെ ഈ മഴയത്ത് ബാത്റൂമിൽ കൊണ്ടുപോകേണ്ടതാണ്. അമ്മ പോയതിന് ശേഷമാണ് ഇത്രയും അവനെ കെയർ ചെയ്യണം, അവൻ്റെ കാര്യങ്ങൾ നോക്കണം, അവനെ ബാത്റൂമിൽ കൊണ്ടുപോകണം, മഴയായാലും വെയിലായാലും അവനെ ബാത്റൂമിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചത് കേട്ടോ. അമ്മ എങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ മാനേജ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അമ്മ പോയ അന്ന് തൊട്ട് ഈ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ടാസ്കും നമുക്ക് ഈ ഗുണ്ടുവിനെ ഇങ്ങനെ ബാത്റൂമിൽ കൊണ്ടുപോകണമൊക്കെ ആയിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ മാനേജ് ചെയ്തു. പക്ഷേ അമ്മയില്ലാത്തത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. ഈ മഴയത്ത് ഗുണ്ടുവിനെ നോക്കാനും പിന്നെ ഇവനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഫുഡ് കഴിക്കത്തില്ല, ഇങ്ങനെ ഇവൻ ഭയങ്കര കുഞ്ഞു കുട്ടികളെക്കാളും കഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കണ്ട ഒളിച്ചൊക്കെ കിടക്കുമെന്ന്, ഇവൻ ഫുഡൊന്നും കഴിക്കാതെ ഇങ്ങനെ ഒളിച്ച് കിടക്കുക, ഇങ്ങനെയൊക്കെയുള്ള പതിവായ ശീലങ്ങൾ ഇവൻ കാണിച്ചു തുടങ്ങി. ഇതൊക്കെ കുറേയൊക്കെ അവൻ വിഷമം കൊണ്ടാണ് കേട്ടോ. അമ്മയൊന്നും ഇല്ലാത്തതിൽ നല്ല വിഷമമുണ്ട്. നമുക്ക് ഇവൻ്റെ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. എന്നും രാത്രി കരയണ പോലെയൊക്കെയുള്ള സൗണ്ടും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. കരച്ചിൽ പോലെയൊക്കെ നമുക്കും തോന്നി, നമുക്ക് ഫീലായി. പിന്നെ ഈ രാത്രി കിടന്ന് വിളിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഉറക്കവും ഇല്ലായിരുന്നു. അവസാനം ഞാൻ രാജി വെച്ചിട്ട് അമ്മാമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി. അമ്മാമ്മയുടെ വീട്ടിൽ പോയപ്പം അമ്മാമ്മ അവനെ പിടിച്ചിരുത്തി ചോറ് കൊടുക്കുകയാണ്. അമ്മ ഇങ്ങനെ വാരിക്കൊടുത്ത് അവൻ കഴിക്കണമുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ വാരിക്കൊടുത്ത് അവന് കഴിക്കാൻ മടി. ഇപ്പം അമ്മാമ്മ വാരിക്കൊടുത്തു. അമ്മാമ്മ ആണിപ്പം ഇതിപ്പം എന്നും ഇപ്പം ഞാൻ ഇവിടെ കൊണ്ടുവരും. അവന് ബാത്റൂമിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോൾ അവൻ അങ്ങനെ പോവും.
പിന്നെ അമ്മാവൻ്റെ വീട്ടിൽ വന്ന് ഏറ്റവും നല്ല കാര്യം ഇപ്പോൾ ഫുഡ് കഴിക്കണുണ്ട്. അത് തന്നെ ഒരു സമാധാനമായി. അപ്പോൾ അവൻ്റെ ഫുഡിൻ്റെ കേസിൽ ഏകദേശം ഒരു സമാധാനം കിട്ടി. കാരണം അമ്മാമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവൻ ഇപ്പോൾ കഴിക്കണുണ്ട്. അങ്ങനെ ഒരു ടാസ്ക് കഴിഞ്ഞു. പിന്നെ ബാത്റൂമിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴൊക്കെ അതൊക്കെ കഴിഞ്ഞ് കിട്ടും. പിന്നെ ഒരു സന്തോഷം ഇവൻ ചോറ് കഴിക്കുന്ന കാണുന്നതാണ്. കാരണം കുറേ ദിവസമായിട്ട്, അല്ലെങ്കിൽ വേണ്ട 2-3 ദിവസമായിട്ട് ഞാൻ കൊടുത്തിട്ട് അവൻ ഒന്നും കഴിക്കണില്ല. പിന്നെ അമ്മാമ്മ വീട്ടിൽ വരുമ്പം എന്തെങ്കിലുമൊക്കെ വെച്ച് അവന് കൊടുക്കുമ്പോൾ അവൻ ഇങ്ങനെ ഇതേപോലെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ കഴിക്കും. പിന്നെ ഇവിടെ നല്ല മഴയാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കുഞ്ഞുവിന് ഒരു കൊക്കോ കിട്ടിയിട്ടുണ്ട്. അറിയാവോ, ഇത് ഞങ്ങൾ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന കൊക്കോ. അപ്പോൾ അവൾ അത് കഴിക്കുവാണ്. അവൾ മഴയൊക്കെ നനഞ്ഞിരിക്കുക. ആമീനയും ഗുണ്ടൂരിയുടെയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഈ മഴയത്ത്. പിന്നെ നമ്മളെ ഗുണ്ടു മഴയായതുകൊണ്ട് വെളിയിൽ ഇറങ്ങൂലെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ ഇതൊക്കെ കഴിച്ച് ഞങ്ങളിതാ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചിനി അവന് ഫുഡൊക്കെ കഴിച്ചു, ആൾ സെറ്റായി. അമ്മ അച്ഛനും ഇല്ലാത്തത് വളരെ ബുദ്ധിമുട്ടുള്ള കുറച്ച് ദിവസമാണ് ഞങ്ങൾക്കിപ്പോൾ ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ വില മനസ്സിലാവണമെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കുറച്ച് ദിവസം നമ്മൾ ലൈഫിൽ വരണം എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഇമോഷൻസിലൂടെയും ഓരോ ലൈഫിൽ നമുക്കിങ്ങനെയൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റിയ കുറേ ദിവസങ്ങളായിരുന്നു. നമുക്ക് ആരില്ല, ഉണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പാരൻസ് ഇല്ലെങ്കിൽ അതില്ലാത്തതുപോലെയാണ്. അത് നമുക്ക് ആരുണ്ടെന്ന് പറഞ്ഞാൽ അത് നികത്താൻ പറ്റത്തില്ല. അത് മനസ്സിലായി. കാരണം ഞങ്ങൾ ഭയങ്കര ലോൺലി ആയിരുന്നു ഇത്രയും ദിവസം. ഭയങ്കര വിഷമം, ഭയങ്കര സങ്കടം. അമ്മ ചെയ്തു തരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അമ്മയൊക്കെ നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് സിറ്റുവേഷൻസൊക്കെ കടന്നുപോയി. ഇപ്പോൾ ഒരു ചായ ഇട്ട് തരണമെങ്കിൽ പോലും അമ്മ വേണം എന്നുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു നേരം അവനെങ്കിലും ഒരു ഫുഡ് നമുക്ക് ഓക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു കാര്യമൊക്കെ വന്നായിരുന്നു. പിന്നെ അമ്മാമ്മ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അമ്മാമ്മ എന്നും വൈകുന്നേരം വരും, ഞങ്ങൾക്ക് ചായ ഇട്ട് തരും. പിന്നെ പലഹാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ടേ വരത്തുള്ളൂ. പിന്നെ ചോറ് കഴിക്കാൻ അമ്മാമ്മയുടെ വീട്ടിൽ പോവും. രാവിലെ കാപ്പിയും കൊണ്ട് അമ്മാമ്മ വരും. പിന്നെ ഇവിടെ കിടക്കാനും അമ്മാമ്മ ഉണ്ടായിരുന്നു. അമ്മാമ്മ ഉള്ളതുകൊണ്ട് വലുതായിട്ട് ഞങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടില്ല. അമ്മാമ്മ രാവിലെ കാപ്പി കൊണ്ട് വരും. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ പോയി കഴിക്കും. വൈകുന്നേരം അമ്മാമ്മ ചായ ഇട്ട് തരും, പലഹാരം കൊണ്ടുവരും. പിന്നെ ഇവിടെ കിടക്കും. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും, ഞങ്ങൾ വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഫുഡ് ഉണ്ടാക്കണം അങ്ങനത്തെ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ രാത്രി ആയപ്പോൾ ഗുണ്ടുവും ഞാനും കുഞ്ഞും ഒക്കെ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ നോക്കിയിട്ട്. പിന്നെ ഇന്ന് അച്ഛൻ വന്നിട്ടുണ്ട് ഡിസ്ചാർജ് ആയിട്ട്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നാളെ ഇട്ടേക്കാം. അച്ഛൻ്റെ ചുമയാണ് ഗൈസ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലൂടെ കേൾക്കുന്നത്. അപ്പോൾ ആ വീഡിയോയും കൂടെ ചെറിയ ഗുണ്ടുവിൻ്റെ ഇതൊക്കെ കാണിക്കും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അച്ഛനെയും അമ്മേനെയും കാണാത്ത ഗുണ്ടുവിൻ്റെ ആ ഒരു എക്സ്പ്രഷനും അവ എന്തൊക്കെയാണ് കാണിച്ചതെന്നൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ ഇടാം. കാരണം ഇത് ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും വോയിസ് ഒന്നും ഞാൻ ഇപ്പോഴാണ് ഇട്ടേ. ഇപ്പം അമ്മയും അച്ഛനൊക്കെ വന്നപ്പോഴാണ് എല്ലാവരുടെയൊക്കെ ഒന്ന് സംസാരിക്കാനും ഇതേപോലെ വോയിസ് ഇടാനും ഒക്കെ ഉള്ളൊരു മൈൻഡ് വന്നത്. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ ഗുണ്ടു അച്ഛനെയും അമ്മേനെയും കാണുന്ന കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ടില്ല. അപ്പം കാണുന്നതിൻ്റെ ഫസ്റ്റ് അവൻ്റെ ആ ഒരു ഇതൊക്കെ ഞാൻ നാളെ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ കാണാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.